ഹായ്, സിവിൽ ടെക് ഇൻഫ്രാ സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീറ്റെയിനിങ് വാളാണ്. ഒരു ചെറിയ, അതായത് 2 മീറ്റർ ഹൈറ്റിന് താഴോട്ടുള്ള ഒരു റീറ്റെയിനിങ് വാൾ. 2 മീറ്റർ എന്ന് പറയുമ്പോൾ 1.5 മീറ്റേഴ്സ് വരുന്ന ഒരു റീറ്റെയിനിങ് വാളാണ്. ഈ 2 മീറ്റേഴ്സിന് താഴേക്ക് വരുന്ന റീറ്റെയിനിങ് വാളിന് നമുക്ക് ഇടയ്ക്ക് പില്ലേഴ്സിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ ഒരു ട്രഞ്ചിങ്, അതായത് ഒരു 30 സെൻറ്റിമീറ്റർ ഡെപ്തി വരുന്ന ഒരു ട്രഞ്ചിങ് എടുത്തിട്ടുണ്ട്. ആ ട്രഞ്ചിങ്ങിൻ്റെ വീതി ഒരു 45 സെൻറ്റിമീറ്റർ വീതി വരുന്നൊരു ട്രഞ്ചിങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 45/30 ഒരു ബീം ഇൻസേർട്ട് ചെയ്യും. ഔട്ട്സൈഡിൽ നമ്മൾ 16 mm ബാസാണ് യൂസ് ചെയ്യുന്നത്. ഇന്നറിൽ 12 mm ബാസും, ഔട്ടറിലൊരു 16 mm ബാസും, അതുപോലെ തന്നെ ഇന്നറിലൊരു 12 mm ബാസുമാണ്. റിങ്സ് കൊടുക്കുന്ന 8 mm 20 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററിലാണ് കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം പിന്നെ ഔട്ടർ ഭാഗത്താണ് നമുക്ക് ടെൻഷൻ സോൺ വരുന്നത്, ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത്. ഇവിടുന്ന് അകത്തേക്ക് ടേപ്പർ ചെയ്ത് ഒരു ഹീപ്പിംഗ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ റീറ്റെയിനിങ് വാൾ എന്തുകൊണ്ട് പണിയെന്ന് ചോദിച്ചാൽ, ഇവിടെ 2 വീടുകളാണ്. ഇത് ഇവിടെ സമീപത്തായിട്ട് നമുക്കൊരു വീടുകൂടെ കാണാം. ഇത് നമ്മൾ തന്നെ പണിതാണ്. ആ വീടിൻ്റെ വീഡിയോ പിന്നീട് നമ്മൾ കാണാം, കംപ്ലീഷൻ ലെവലിലേക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഒരു വീട് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ലാൻഡ് ഫോർമേറ്റ് ചെയ്തപ്പം ഇതായിരുന്നു നമ്മുടെ സോയിൽ ലെവല്. പക്ഷേ റോഡിൻ്റെ ലെവലുമായിട്ട് നമ്മളിതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താത്തപ്പോൾ ഏകദേശം 1.5 മീറ്ററോളം ഡീപ്പായിട്ട് താഴോട്ട് പോയി. അപ്പോൾ ആ മേളിൽ കെട്ടിരുന്ന 6 റബിൾ മേസണറി, സാൻഡ് റബിൾ മേസണറി അതിൻ്റെ ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് താന്നുപോയി. അപ്പം ഫൗണ്ടേഷൻ ലെവൽ ഇവിടെ നിൽക്കുന്നു, താഴോട്ട് പോയേക്കുന്നതുകൊണ്ട് ഇവിടുന്ന് തള്ളിപ്പോരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിട്ടേണിംഗ് വാൾ കൊടുക്കുകയാണ്. ഇതിന് ഹൈറ്റ് ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് പില്ലറിൻ്റെ ആവശ്യമില്ല. മറിച്ച് നമ്മൾ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ട് ടെൻഷൻ സോണിൽ, അതായത് ഔട്ടറിൽ അവിടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് വരുന്നത്. അതുകൊണ്ട് വെളിവശത്ത് നമ്മൾ 10 mm ബാസും, അതുപോലെ തന്നെ അകത്ത് നമ്മൾ 8 mm ബാസും വെച്ച് ഒരു 20 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഗ്യാപ്പ് വരുന്നത് പോലെ നമ്മൾ ഇത് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ലിംബൽ കോൺക്രീറ്റ് തുടങ്ങുകയാണ്. ലിംബൽ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്തു. 1:2:3 പ്രപ്പോർഷനിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഒരു ചാക്ക് സിമൻറ്റിന് 4 കൊട്ട മണൽ, 6 കൊട്ട മെറ്റിൽ. അതായത് ഒരു ചാക്കെന്ന് പറയുമ്പം 2 കൊട്ട എന്നുള്ള കണക്കിൽ എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത ആദ്യം ബേസ് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ബീം നമ്മൾ റെഡിയാക്കുവാണ്. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ ബീം അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കാണാം. ഇനി ബീം അതിലോട്ട് വെക്കുന്നു. ബീം വെച്ചതിന് ശേഷം ബീമിന് കവറിങ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയാക്കി റെഡി ആയതിനു ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഓരോ ഡിസ്ട്രിബ്യൂഷൻ ബാസ്, മെയിൻ ബാസും ഡിസ്ട്രിബ്യൂഷൻ ബാസും എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, ആയിട്ടുള്ള കോണ്ടാക്ട് നെക്സ്റ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് കമ്പിക്ക് കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു ബേസ് കോൺക്രീറ്റ് അങ്ങ് ഇടുവാണ്. എന്നിട്ട് അതിൻ്റെ മണ്ട നമ്മൾ ബീം പ്ലേസ് ചെയ്യുവാണെങ്കിൽ കവറിങ് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അല്ല, നമുക്ക് കവറിങ് കിട്ടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കവറിങ് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഒരു കോൺക്രീറ്റ് ഇടുന്നു, അത് ഇട്ടതിന് ശേഷം ബേസ് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ബീം നമ്മൾ അതിലോട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കവറിങ്ങിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് വെറ്റ് കോൺക്രീറ്റിങ് എന്ന് പറയുമ്പോൾ വെറ്റ് കോൺക്രീറ്റിങ് കഴിഞ്ഞേക്കുവാണ്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബേസ് ബീം നമുക്ക് എടുത്ത് വെക്കാം. ബീം റെഡിയാക്കിയാണ്. ഇനി ബീം എടുത്ത് വെക്കുന്നു. റിട്ടേണിംഗ് വാൾ ചെയ്യുമ്പോൾ 16 mm കമ്പി വെളിവശത്താണ് വരുന്നത്. അതായത് ബെൻഡിങ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അകത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് ബെൻഡിങ് വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്താകെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പിയുടെ ആവശ്യം വരുന്നത്. ടെൻഷൻ സോൺ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പി വരുന്നു. ഇവിടെ നമുക്ക് ഒരു കംപ്രഷന് വേണ്ടിയിട്ട് നമുക്ക് 12 mm എറക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇനി ഇവിടുന്ന് ഇത് പുറം ഭാഗത്തേക്ക് വരും, ഇത് അകം ഭാഗത്തേക്ക് വരും. അപ്പം ഇങ്ങനെയാണ് കമ്പി പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ആ കമ്പി പ്ലേസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതിനകത്ത് ഇവിടെ 2 എണ്ണം, ഇതും 16 ഇതും 16 16 ബാറിടാനുള്ള കാരണം ഇവിടുന്ന് സോയിൽ പ്രഷർ വരുന്നു. സോയിൽ പ്രഷർ ഇങ്ങനെയാണ് ബെൻഡിങ് വരുന്നത്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ വരുന്നത്. അതുകൊണ്ട് ടെൻഷൻ സോൺ ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇപ്പോൾ കവറിങ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്.
ओके बस बस उधर कवर नहीं मिलेगा सारे कवर എന്നാൽ പോലും നമ്മളിവിടെ കമ്പിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സൈഡിൽ കൂടെ നമ്മൾ കമ്പികൾ തമ്മിലുള്ള അകലം 20 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 8 mm കമ്പിയാണ് അകത്തൂടെ പോകുന്ന 8 mm മെയിൻ ബാസ് നമ്മൾ 40 സെന്റിമീറ്റർ സെന്റർ ടു സെന്ററിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ മിഡിലായിട്ട് 10 mm കമ്പിയും കൂടെ 40 സെന്റിമീറ്റർ സെന്റർ വരുമ്പോൾ രണ്ടും തമ്മിൽ 20 സെന്റിമീറ്റർ സെന്റർ ടു സെന്ററിലേക്ക് വരും. ഓക്കെ, ഇപ്പം 8 mm ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിന് ശേഷം 10 mm ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷമാണ് വെട്ടിക്കൂട്ടി നമ്മളിത് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇതിന് ഡിസ്ട്രിബ്യൂഷൻ പാസ്, പിന്നെ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ പാസ് കൂടെ വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പാസ് ഇതിന് ശേഷം ഈ 8 mm ചെയ്തതിന് ശേഷം 40 സെന്റിമീറ്റർ സെന്റർ ടു സെന്ററിൽ ഡിസ്ട്രിബ്യൂഷൻ പാസ് കൊടുക്കും. അതിനുശേഷം 10 mm സെയിം അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പാസ് അതിനും കൊടുക്കും. അതിനുശേഷം നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.